BJPയെ തടഞ്ഞു നിർത്താൻ പ്രാദേശിക ശക്തികൾക്കേ സാധിക്കുകയുള്ളൂ. അപ്പം പ്രാദേശിക ശക്തികളെ പൊക്കിയടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ദേശീയ മാധ്യമങ്ങളും മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നു. ദേശീയ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഈ രാജ്ദീപ് സർദേശിനെയൊക്കെ പോലുള്ള ആളുകൾ. പക്ഷേ നിലവിൽ പ്രാദേശിക പാർട്ടികളും തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം SP കൂടി അടുത്ത UP ഇലക്ഷനിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പതനാണ്. കാരണം DMK ഇനി തിരിച്ചു വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. മിക്കവാറും DMK അധികം വൈകാതെ BJPയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ളൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. കാരണം സ്റ്റാലിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു സഖ്യമില്ലാതെ മുന്നോട്ട് പോവുക തമിഴ്നാട്ടിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ കാര്യം കൂടുതൽ പറയേണ്ട ആവശ്യകതയില്ല. കാരണം ആ പാർട്ടി പൂർണ്ണമായും മമതയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി ഒരു അംഗത്തിനൊന്നും മമതയ്ക്ക് ബാല്യമില്ല. മമത പഴയ സ്ട്രീറ്റ് ഫൈറ്റർ ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം, പക്ഷേ രാഷ്ട്രീയം ഒരുപാട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബംഗാളിൽ മമതയ്ക്കൊപ്പം നിന്നിരുന്ന സ്റ്റോൺച്ച് ലോയലിസ്റ്റുകൾ പോലും ആ പാർട്ടി വിട്ടത്. അവരെ സംബന്ധിച്ച് ഇനിയൊരു ഭാവിയില്ല. എല്ലാവരും രാഷ്ട്രീയ ഭാവി നോക്കില്ല. അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സയോണി ഘോഷിനെയൊക്കെ പോലെയുള്ള ആളുകൾ പോലും മമതയെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി സംബന്ധിച്ചുള്ള ആശങ്ക തന്നെയാണ്. കാരണം ഇനി തൃണമൂൽ കോൺഗ്രസ്സിന് അവിടെ ഒരു ഭാവി ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അത്രയും ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ബംഗാളിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. പിന്നെ RJD ആണെങ്കിൽ വലിയ തോൽവിയാണ് കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ നേരിട്ടത്. അപ്പോൾ ലാലുവിൻ്റെ മാജിക്കൊക്കെ എന്നോ പോയി. തേജസ്വി വലിയൊരു യുവ നേതാവായി വരും എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. അതും അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ BJPയെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.